എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് കുക്ക്ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഇലയടയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഓണമൊക്കെ വരുന്നു. ഓണത്തിന് സാധാരണ എല്ലാവരും ഇലയട ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് എൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇലയടയാണ്. അതേപോലൊക്കെ നല്ല സോഫ്റ്റാണ്, വായിലിട്ടാൽ മതി അലിഞ്ഞു പോകുന്ന സൈസ് ഒരു ഇലയടയാണ്. അതേപോലെ 2 ദിവസം ഫ്രിഡ്ജിലിരുന്നിട്ട് ഞാൻ ചൂടാക്കാതാണ് പിറ്റേന്ന് കഴിച്ചത്. അപ്പോഴും നല്ല സോഫ്റ്റായിരുന്നു. ഇപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഇടിയപ്പത്തിൻ്റെ പൊടി തന്നെ 2 കപ്പ് എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ വാങ്ങുന്ന ഇടിയപ്പത്തിൻ്റെ പൊടി തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. മധുര പലഹാരമായതുകൊണ്ട് തന്നെ ഉപ്പ് അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. നെയ്യും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. കാരണം ഇത് നല്ല സോഫ്റ്റ് ആവും മാവ്, അതിന് വേണ്ടിയിട്ടൂടെ ഈ നെയ്യ് ചേർക്കുന്നത്. ഇനി നല്ല തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതായത് അടുപ്പിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. നമ്മളിതിനെ ഇളക്കിയെടുക്കുക. അല്ലാതെ തീ ഓഫ് ചെയ്തിട്ടല്ല ഒഴിച്ചു കൊടുക്കേണ്ടത്. അതെല്ലാം ഈ മാവ് സോഫ്റ്റായിട്ട് കിട്ടാനുള്ള ഒരു കാരണമാണ്. ഇനി ഒരു തവിയോ സ്പൂണോ എന്തെങ്കിലും കൊണ്ട് നമ്മളിത് നന്നായിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെ ഇളക്കി യോജിപ്പിക്കുക, ഒട്ടും കട്ട കെട്ടാതെ. എന്നിട്ട് അരമണിക്കൂറത്തേക്ക് നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം. ഇതേ സമയത്ത് ഒരു പാൻ അടുപ്പിലേക്ക് വയ്ക്കുക. അതിലേക്ക് 250 ഗ്രാം ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് അരിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അധികം വെള്ളം ഒഴിക്കാതെ തന്നെ ഞാൻ ഇതിനെ ഉരുക്കിയെടുത്തത്. അതുകൊണ്ട് അധികം നേരം ഇതിനെ നമുക്കിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് ഏകദേശം തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ നമ്മൾ വരച്ച് നോക്കുമ്പോൾ ഒരു വര പോലെ വഴി പോലെ ഇങ്ങനെ വരുമല്ലോ. ആ സമയത്ത് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു തേങ്ങയാണ് ചിരകി വെച്ചിരുന്നത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചുക്കുപൊടി, 1 ടീസ്പൂണ് ഏലക്കാപ്പൊടി, അതുപോലെ 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാമേ. ഏത് മധുരമുള്ള ഐറ്റത്തിന് നമുക്ക് ചെറിയൊരു ഉപ്പ്, അതായത് 1 പിഞ്ച് ചേർത്ത് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നമ്മൾ ഇളക്കി യോജിപ്പിക്കുക. അതിനെ ഒന്ന് 1 ടീസ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നെയ്യ് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും ഈ ഫില്ലിങ്, അതിന് വേണ്ടിയിട്ടാണ്. അതൊന്ന് യോജിപ്പിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. അതേ സമയത്ത് നമുക്ക് നമ്മുടെ മാവെടുത്ത് നോക്കാം. അരമണിക്കൂറോളമായി അത് നന്നായിട്ടൊന്നുകൂടെ കുഴയ്ക്കണമേ. നല്ലതായിട്ട് ഒരു 5 മിനിറ്റോളം അതൊന്നുകൂടെ കുഴയ്ക്കണം. അപ്പോഴേ നല്ല സോഫ്റ്റ് ആവത്തുള്ളൂ നമ്മുടെ ഇലയട. എന്നിട്ട് അതിൽ നിന്ന് ഒരു ഉരുള എടുക്കുക. ഇതേപോലെ ഇല എടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം തൊട്ട് നന്നായിട്ട് പരത്തി കൊടുക്കണം. കയ്യിലൊട്ടുന്നെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും വെള്ളം തൊട്ട് വേണം നമ്മളിത് പരത്തി കൊടുക്കാനായിട്ട്. ഒട്ടും കനമില്ലാതെ വേണം ഇത് പരത്താനായിട്ട്. അപ്പോഴേ ഇലയട നല്ല സോഫ്റ്റ് ആവത്തുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂണോ 2 ടീസ്പൂണോ അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. അങ്ങനെ വെച്ച് കൊടുത്ത് അതിനെ ഒരു സൈഡ് നന്നായിട്ടും ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കതിനെ മടക്കി ഈ 3 സൈഡും നന്നായിട്ട് അമർത്തി കൊടുക്കണം. അപ്പോഴത് ലോക്കായിട്ടിരിക്കും. അല്ലെങ്കിൽ വേകുന്ന സമയത്തുണ്ടല്ലോ അതുവഴി ഈ ശർക്കര പാനി വെളിയിലേക്ക് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. ഇപ്പോൾ ഇനി അടുത്ത രണ്ടാമത്തെ രീതി എന്ന് വെച്ചാൽ ഇതേപോലെ ഞാനൊരു ഇല എടുത്തു, അതിലേക്ക് ഒരു ഉരുള എടുത്തു. എന്നിട്ട് വെള്ളം തൊട്ട് ഇങ്ങനെ നീട്ടി ഇങ്ങനെ നമ്മൾ വലിച്ചിങ്ങനെ പരത്തിയെടുക്കുക. അപ്പോൾ ഉണ്ടല്ലോ മറ്റേതിനെക്കാട്ടിൽ എളുപ്പമാണിത്. എനിക്കിതാ ഒരു സൗകര്യമായിട്ട് തോന്നുന്നത്. ഞാനിങ്ങനെ അതുകൊണ്ട് ചെയ്യാറ് പതിവ്. എന്നിട്ട് സൈഡിൽ നിന്നാണെങ്കിൽ നമുക്ക് മടക്കേണ്ട ആ സൈഡിൽ മാവ് മാറ്റി കളഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ ഫില്ലിങ് നിറയ്ക്കുക. എന്നിട്ട് 3 സൈഡും ലോക്ക് ചെയ്യുക. അതേപോലെ വെക്കുക, മറ്റേ ഇലയുടെ പോലെ തന്നെ. ഇനി ഞാൻ ഈ മാവിലേക്കുണ്ടല്ലോ കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് കുഴയ്ക്കുവാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് ശർക്കര. അത് ഞാൻ ആ മാവിലിട്ട് കുഴച്ച് റെഡിയാക്കി. എന്നിട്ട് ഇതേപോലെ ഇലയിൽ പരത്തിയെടുത്തു. ഇനി ഞാൻ ഫില്ലിങ് വെക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങയോടൊപ്പം വരട്ടി വെച്ചിരുന്ന ചക്കയും കൂടെ ഞാനതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫില്ലിങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ആദ്യത്തെ തേങ്ങയുടെ മാത്രമുള്ള ഫില്ലിങ്ങിനെക്കാട്ടിലും എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഈ ഫില്ലിംഗ് ആയിരുന്നേ. അപ്പോൾ നല്ല രുചിയായി ഇതിന്. ഇങ്ങനെ നമുക്ക് തയ്യാറാക്കാം. അതേപോലെ തന്നെ തേങ്ങയുടെ ഒപ്പം നേന്ത്രപ്പഴം വരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതും ചേർത്ത് നമുക്ക് ഇതേപോലെ തയ്യാറാക്കാവുന്നതാണ്. എന്നിട്ട് ഇലയിൽ ഇതുപോലെ പരത്തിയതിന് ശേഷം ഫില്ലിങ് വെക്കുക. 3 സൈഡും നന്നായിട്ട് അമർത്തി കൊടുക്കുക, ലോക്ക് ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അതേസമയം തന്നെ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചേക്കുന്ന അടകൾ ഓരോന്നായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഇലയുടെ ആ തണ്ടും കൂടെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ സ്പേസ് കിട്ടും. 2 അടകൾ തമ്മിലുള്ള ആ ഗ്യാപ്പ് വരുന്നുണ്ടെ നന്നായിട്ട് ആവി കയറി ഇത് വേകാനായിട്ട് സഹായിക്കുമേ. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും. ഏകദേശം 15 മിനിറ്റ് കൊണ്ട് എനിക്കിത് വെന്ത് തയ്യാറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള
അട നമ്മുടെ തയ്യാറായി കഴിഞ്ഞു. കണ്ടില്ലേ, കണ്ടാൽ തന്നെ നല്ല ഭംഗിയല്ലേ. അതേപോലൊക്കെ നല്ല രുചികരമായിട്ടുള്ള അടയുമായിരുന്നു. ഇതെല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. നല്ല സോഫ്റ്റാണ്, ചുമ്മാത് പറയുമല്ല. ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റും അറിയിക്കൂ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറന്നു പോകരുത്. ഇപ്രാവശ്യത്തെ ഓണത്തിന് ഈ അടയും കൂടെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.